ആ ആ ഇവിടെ വന്നിരിക്കുക. ആലോചിച്ചിരിക്കണ്. മുമ്പ് പരിചയമില്ലാത്ത ഒരുത്തം വന്ന് കുറച്ച് കാശാണ് ചോദിച്ചപ്പോൾ എടുത്തു കൊടുത്തിട്ടല്ലേ ആ കാശിന് അവൾക്കൊരു സാരി മേടിച്ചു കൊടുത്തെങ്കിൽ ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടാ? വെറുതെ പിണങ്ങിയിരിക്കന്നെ. എത്ര ദിവസമായി? ഒരാഴ്ചയായി. ഇതുവരെ മിണ്ടിട്ടില്ല, ഒരക്ഷരം മിണ്ടൂല. കിടക്കുന്ന തറയില് കിടക്കണ്. ആ കഴിഞ്ഞില്ലേടാ ഇതുവരെ. അല്ല അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവളെ കെട്ടിക്കൊടുന്ന മുതൽ എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുത്തില്ല അടിച്ചിട്ടല്ലേ. ഒരു സാരി കൊണ്ട് മേടിച്ചു കൊടുക്കണ പ്രശ്നം തീരില്ലേ? സാരി മേടിച്ചു കൊടുത്താൽ പ്രശ്നം തീരില്ലല്ലോ. അവള് പറഞ്ഞത് ശരിയാണ്, ഞാൻ സമ്മതിച്ചു കൊടുക്കണം. ആ പൈസ കിട്ടില്ല എന്നുള്ളത് അവള് പറഞ്ഞ. ഇത് കുറച്ച് കടുപ്പമാണേ. എന്ത് ചായ? ചായ അല്ല നിന്റെ സ്വഭാവം. ഒരു 700 രൂപയ്ക്ക് വേണ്ടിട്ടാണ് ഈ മാതിരിയുള്ള വേഷം കെട്ടി ഇവിടെ കാണിക്കുന്നത്. നാത്തൂൻ ഇക്കാര്യത്തിൽ ഇടപെടണ്ട. ഞാൻ ഇടപെടും. അവൻ കള്ളു കുടിച്ചും ദൂർത്തടിച്ചും ചെലവാക്കിയ പൈസ ഒന്നും അല്ല 700 രൂപ. പാവപ്പെട്ടവരത്തിനെ സഹായിച്ചതല്ലേ, അതിനകത്ത് എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. നിനക്ക് അവനോടൊന്ന് സംസാരിച്ചാൽ എന്താ കുഴപ്പം? ഞാൻ സംസാരിക്കാം. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് ഏട്ട സമ്മതിക്കട്ടെ, അപ്പൊ ഞാൻ സംസാരിക്കാം. നീ പള്ളി പോയി പറഞ്ഞാൽ മതി. സോറി പറയാ നടന്നാണ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത തെറ്റാണെന്ന് എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവുമ്പോൾ ഞാൻ പറഞ്ഞോളാം. സോറി. ഉണ്ടല്ലോ. എന്താണ് വട്ടമേശ സമ്മേളനോ അതോ ഗ്രാമസഭയോ? എന്റെ ദാനശീലൻ അളിയൻ ദാനം ചെയ്ത പൈസ തിരിച്ചു കിട്ടിയോ? കിട്ടും കിട്ടും. ക്ലീറ്റോ ചേട്ടൻ പറഞ്ഞില്ലേ ആ നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്കാൻ. ഞാൻ വിളിച്ച്, ആ നമ്പറേ നിലവിലില്ല. അതെ, ആ പൈസക്ക് ഞാനും കൂടെ ഉണ്ണണ്ടതാ. ഞാൻ വിളിക്കും. അളിയ അവള് പറഞ്ഞാൽ എന്ത് തെറ്റ്? നമ്മളെല്ലാരും കൂടെ ഉണ്ണേണ്ട പൈസ, അവള് ഉണ്ണേണ്ട പൈസ അങ്ങനെ അങ്ങ് ചെലവാക്കി കളയുമ്പോ അവക്കത് ചോദിക്കണ്ടേ? പിന്നെ ആര് വരും ചോദിക്കാൻ? നിന്റെ ആ പൈസ ഉണ്ടല്ലോ 700 രൂപ, അത് വെള്ളത്തിൽ പോയി. നിന്റെ 700 അല്ല, നിന്റെ 7000 രൂപ പോകും. നോക്കിക്കോ. നിന്നെ കണ്ട അന്ന് പോലെ എന്റെ പൈസ മൊത്തം പോവാൻ ഇത് വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. ഇത് ഫോണി അങ്ങ് പോട്ട്. ഞാൻ കഷ്ടപ്പെട്ട പൈസ അല്ലേ. പറഞ്ഞപ്പോ അങ്ങ് തീർന്നു. ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ലെങ്കിൽ പറ്റിച്ചാവൻ. പിന്നെ അല്ലാണ്ട് അവള് പറഞ്ഞ പോലെ എന്റെ 700 പോയി. ഒരു 700 രൂപയല്ലേ ഇത് പോയി. എന്തിനാ അവന്റെ സമാധാനം നിങ്ങൾ എല്ലാരും കൂടി കളയണത്? ഞാൻ ചോദിച്ചോട്ടെ, ഇവള് ആരാ? അവന്റെ ഭാര്യയല്ലേ? ആ പൈസ അവക്ക് കൂടെ അവകാശപ്പെട്ടല്ലേ? അവള് ചോദ്യം ചെയ്തതിൽ എന്താണ് തെറ്റ്? നിങ്ങളെ അവളുടെ പൈസനെ കുറിച്ച് വേവലാതിപ്പെടണം. നിങ്ങൾ എന്റെ കാര്യത്തെ കുറിച്ച് വേവലാതിപ്പെട്ടാ മതി. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഞാൻ വരാം. അതാരാ വരുന്നത്? കനകന്റെ വീട്. ദാനശീലനായിട്ടുള്ള കനകൻ ഇയാള്. കനകൻ. ഞാൻ ഉമേഷ്, പാലക്കാട് നിന്ന് ഉമേഷ് പറഞ്ഞിട്ട് വരികയായിരുന്നു. ഉമേഷ് പൈസ കൊടുത്ത ഒരു 1000 രൂപ തരാൻ വേണ്ടി പറഞ്ഞൂടെ? അല്ല, അത് മറ്റേ ആളാ. അത് 700 രൂപ ഞാൻ കൊടുത്തത്. എന്റെ അടുത്ത് പറഞ്ഞത് 1000 രൂപ എന്നാണ്. അല്ല, ഇപ്പൊ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ലല്ലോ. അത് പുള്ളിയുടെ ഫോണ് കംപ്ലൈന്റാ. അത് ഫോണ് കംപ്ലൈന്റ് ആയിട്ടാണ് വിളിച്ചിട്ട് കിട്ടാത്തതും പിന്നെ തിരിച്ച് വിളിക്കാൻ പറ്റാത്തതും. അപ്പൊ അതിനൊരു കാര്യം പറഞ്ഞു. പിന്നെ അന്ന് പൈസ കൊടുത്ത് സഹായിച്ചതിന് ഒരു താങ്ക്സ് പറയാൻ വേണ്ടി പറഞ്ഞു. വലിയൊരു ഉപകാരമായി എന്നൊക്കെ പറഞ്ഞു. കാശ് ഒന്ന് നോക്കി. അല്ലേ 700 ഉണ്ടായിരുന്നുള്ളൂ വെറുതെ. എൻ്റെ അടുത്ത് 1000 പറഞ്ഞത്. 1000 രൂപ തരാനാ പറഞ്ഞത്. ശരി എന്നാലേ ശരി. പിന്നെ അന്ന് ഇന്റർവ്യൂവിന് വന്നിട്ടുള്ള ജോലി കിട്ടിയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു നല്ല നന്ദി അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വലിയൊരു കാര്യം വന്ന് കാണുന്നൊക്കെ പറഞ്ഞു. ശരി ശരി, സന്തോഷം. ചായ വെള്ളം വേണമെന്ന് ചോദിക്കായിരുന്നു. അല്ല എന്താ പറഞ്ഞു? അവൻ കണ്ട അണ്ടനാട് കൂടുതലും കാശ് എടുത്ത് കൊടുക്കാന്നു. അർഹതപ്പെട്ടവനെ എന്റെ പരവും കാശ് എടുത്ത് കൊടുക്കുള്ളൂ. അവന്റെ കാശ് അങ്ങനെയൊന്നും പോയില്ല. വെറുതെ പിണങ്ങി കൊണ്ട് ഇറക്കാത്ത. അവളുടെ മുഖം ഒന്ന് കാണട്ടെ. അതുണ്ട്. രാഷ്ട്രീയക്കാരനൊന്നും കൂടെ നോക്കിക്കേ. ഇപ്പൊ ഒന്നും പറയാനില്ലേ? എന്റെ ആങ്ങളെ സത്യമുള്ളവനാ. അവൻ നല്ല അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ. അത് അങ്ങനെ ഒന്നും പോവില്ല. നിങ്ങൾക്ക് തരുന്നത് വെച്ച്
അളിയാ തെറ്റ് പറ്റിപ്പോയി അളിയാ. സാരല്ല വലിയൊരു തെറ്റ് പറ്റിപ്പോയി. സാരല്ലടാ. അതെ, ഞാൻ ഇത്രയും നാൾ വിചാരിച്ചത് ഞാനാണ് ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഉടായ്പെന്ന്. നീ എന്നെ തോപ്പിച്ചളഞ്ഞില്ലളിയാ. നീ പൂലോക ഉടായ്പല്ലേടേ. എന്തെന്ന്? എവിടെ നിന്ന് ഒപ്പിച്ചവനെ? എങ്ങനെ ഒപ്പിച്ചവനെ? ആരെ? ഈ ഇപ്പൊ പൈസ കൊണ്ടുവന്നവനെ. എന്നാലും ഇത് എന്തൊരു ഐഡിയ അളിയാ. നിന്റെ ഐഡിയ ആണോ അതോ ഫാസിലിന്റെ ഐഡിയ ആണോ? സത്യം പറ. നീ ഇത് ആരെടുത്തായി കളിക്കണേ? കുടുംബ ബന്ധങ്ങളിൽ മനസ്സമാധാനമാണ് ഏറ്റവും പ്രധാനം. അതിനുവേണ്ടി നമ്മൾ എന്തും ചെയ്യണം. സമ്മതിച്ചല്ലേ? Alien versus Alien.